സെക്കൻഡുകളോ മിനിറ്റുകളോ മാത്രം നീണ്ടാൽ മതിയാകും സൗദി അറേബ്യയുടെ തീരപ്രദേശങ്ങളിൽ മഴയ്ക്ക് വെള്ളപ്പൊക്കം സൃഷ്ടിക്കാൻ. സമാനമായിരുന്നു പോയ വാരം സൗദിയുടെ ചെങ്കടൽ തീരമായ യാംബുവിലെയും ജിദ്ദയിലെയും സ്ഥിതി. ഈ പ്രദേശത്തു നിന്നും മാറിക്കഴിഞ്ഞാൽ മറ്റു ഹൈറേഞ്ചുകളും ഹിൽ സ്റ്റേഷനുകളും മഴയോടുകൂടി മനോഹര കാഴ്ചയായി മാറും. ഇവിടെയുള്ള ഓരോ താഴ്വാരങ്ങളും ഇനി യാത്രക്കാരെ കാത്തിരിക്കുന്ന സമയം കൂടിയാണ്. സൗദിയിലെ യാംബുവും ജിദ്ദയും പോയ വാരം കണ്ടത് കനത്ത മഴയാണ്. യാംബുവിൽ സെക്കൻഡുകൾ നീണ്ടുനിന്ന കാറ്റിന്റെ തീവ്രത പേടിപ്പിക്കുന്നതായിരുന്നു. മഴ കാരണം ഇന്ന് ഓഫീസിൽ നിന്നൊക്കെ നേരത്തെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 12:30 തന്നെ എല്ലാവരും വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സർക്കുലറും കാര്യങ്ങളൊക്കെ വന്നു. ഭയങ്കര കനത്തമായിട്ടുള്ള മഴയാണ് ഇന്ന് ജിദ്ദയിൽ ഉണ്ടായിരുന്നത്. റോഡിലൊക്കെ ഭയങ്കര വെള്ളം. ഇന്ന് സാധാരണ ഒരു അരമണിക്കൂർ ഉണ്ടാകുന്ന യാത്ര വീട്ടിലേക്ക് ഇന്ന് 1 മണിക്കൂർ 1.25 മണിക്കൂർ എടുത്തിട്ടാണ് വീട്ടിലേക്ക് എത്തിയത്. ഭയങ്കര റോഡിലൊക്കെ എന്ന് പറയുമ്പോൾ നടക്കുന്ന മുട്ടോളം വെള്ളം ഉണ്ടായിരുന്നു. കടലോരമായ യാംബുവിന്റെ പല ഭാഗത്തും നാശനഷ്ടമുണ്ടായി. പല ഭാഗത്തും വെള്ളം പൊങ്ങി. ജിദ്ദയിലും സമാനമായിരുന്നു സ്ഥിതി. പലയിടത്തും ഗതാഗതം നിലച്ചു. ഇവിടെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു മഴ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇത്രയും വലിയൊരു ശക്തമായ മഴ, ഒരുപാട് നാശനഷ്ടങ്ങളും. ഞാൻ നിൽക്കുന്ന ഭാഗത്ത്, ഞാനിവിടെ റോയൽ കമ്മീഷനിലാണ് നിൽക്കുന്നത്. ആ ഭാഗത്ത് യാംബു ടൗണിൽ ഒരുപാട് ആളുകൾക്ക് സ്ഥാപനങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചെങ്കടൽ തീരമാണ് ജിദ്ദയും യാംബുവും. കാറ്റിന്റെ ശക്തിയും മഴയുടെ തീവ്രതയും മിനിറ്റുകൾ നീണ്ടാൽ മതി. കടലോരം വെള്ളത്താൽ നിറയും. തബൂക്കിലും പോയ വാരം തകർപ്പൻ മഴയെത്തിയിരുന്നു. യാംബുവിൽ ഇന്നലൊക്കെ നല്ല മഴ, നല്ല കാറ്റും എന്ന് പറഞ്ഞാൽ നല്ല ശക്തമായ കാറ്റും പൊടിയും എല്ലാം ഉണ്ടായിരുന്നു. അതേപോലെ പിന്നെ ഇതിന്റെ റോഡിലൊക്കെയുള്ള മരങ്ങളൊക്കെ മറിഞ്ഞുകൊണ്ട്, വാഹനങ്ങളുടെ മേലൊക്കെ മറിഞ്ഞുകൊണ്ട് ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. റോഡിലൊക്കെ നിറയെ വെള്ളമാണ്. മഴ ഇപ്പോൾ മദീനയും ഹായിലും വടക്കൻ അതിർത്തിയും കസീമും കടന്ന് റിയാദിലെത്തി നിൽക്കുന്നു. കിഴക്കൻ പ്രവിശ്യയിലെ ഗൾഫിന്റെ തീരവും തൊട്ടത് പല GCC രാജ്യങ്ങളിലേക്കും പോകും. മഴ പക്ഷേ മാജിക് ആകുന്നത് സൗദി മരുഭൂമിയുടെ തെക്കൻ മേഖലകളിലാണ്. അതായത് ജിദ്ദക്കപ്പുറമുള്ള ജീസാനിലും മുകളിൽ അസീറിലും അൽബഹയിലും നെജ്റാനിലുമെല്ലാം. കോടയും കാറ്റും വെള്ളച്ചാട്ടങ്ങളും മഴയിൽ മാത്രം
പൊട്ടുന്നതാണ്. അവ പതിയെ അസീറിന്റെയും ജീസാന്റെയും ഹിൽ സ്റ്റേഷൻ ചാടി താഴെ കടലിലേക്ക് പരക്കും. കുറച്ചെല്ലാം അസീറിലെ ഡാമുകളിലും പാത്തുവെക്കും. കൃഷിയുടെ സമയത്തേക്കുള്ള കരുതിവെപ്പാണ്. മഴയ്ക്ക് പിന്നാലെ സൗദിയുടെ ജീസാൻ അസീർ മേഖലയുടെ താഴ്വാരം ഇതുപോലെ പച്ചപ്പണിയും. മനോഹരമാണ് ഇവിടുത്തെ കാഴ്ച. സൗദിയാണോ എന്ന് നമ്മൾ ഓരോരുത്തരും സ്തംഭിച്ചു നിൽക്കുന്ന കാഴ്ചയാണ്. ഒരു കാലത്ത് ഈ പ്രദേശമെല്ലാം പച്ചപ്പ് തന്നെയായിരുന്നു മുഴുസമയവും. കാലവും കാലാവസ്ഥയും സൃഷ്ടിച്ച വിടവുകൾ പലതും പച്ചപ്പിനെ അകറ്റി. ഇന്നിപ്പോൾ എല്ലാം തിരിച്ചറിഞ്ഞ് പരമാവധി പച്ചപ്പ് പിടിച്ചു നിർത്താൻ സൗദി ശ്രമിക്കുന്ന കാലമാണ്. കാടുകളെ തിരികെ പിടിക്കാൻ റോയൽ റിസർവുകൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. വൈകിയോ എന്നറിയില്ല. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും ഇവയെ എത്രമാത്രം പിടിച്ചു നിർത്തുമെന്നും അറിയില്ല. പക്ഷേ ഒന്നുറപ്പാണ്, അത് അറബികൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരിക്കൽ വീണ്ടും ഈ മരുഭൂമിയെല്ലാം പച്ചപ്പണിയും. മരുഭൂമിയിൽ മഴ പെയ്യുന്നതിന് കാട്ടിലെ മഴയേക്കാൾ ആത്മീയ ഭംഗിയുണ്ട്, ഇഷ്ടമുണ്ട്. കാണാൻ ഇനി 2 മാസം നിങ്ങൾക്ക് സൗദിയിലേക്ക് ഇറങ്ങാം. മരുഭൂമിയുടെ ഓരോ ഭാഗവും ഇതുപോലെ വെള്ളം നിറഞ്ഞും പച്ചപ്പ് നിറഞ്ഞും കാത്തിരിക്കും.